നമസ്കാരം. മുളക് ബജ്ജി നമുക്കെല്ലാം പരിചയമുള്ളതാണ്. എന്നാൽ ഒരു ബജ്ജി മാവ് കൊണ്ട് 12 തരം ബജ്ജികൾ എങ്ങനെ തയ്യാറാക്കാമെന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. ഗൈസ്, മൈ നെയിം ഈസ് ഷാൻ ജിയോ ആൻഡ് വെൽക്കം ടു ദ വീഡിയോ. ആദ്യമായിട്ട് ബജ്ജികൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ മാവ് നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 കപ്പ് കടലമാവ് മെഷറിംഗ് കപ്പിൽ അളന്നെടുത്തിട്ടുണ്ട്. ഏകദേശം 350 ഗ്രാംസോളം വരും. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ബജ്ജി നല്ലപോലെ ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് അരിപ്പൊടി ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. നല്ല റെഡ് കളർ കിട്ടുന്നതിനാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. അതുപോലെ എരിവ് അല്പം കുറവുമായിരിക്കും. 1/2 ടീസ്പൂൺ കായപ്പൊടി. ഇതൊരു നല്ല ഫ്ലേവർ കിട്ടുന്നതിനാണ് ചേർക്കുന്നത്. ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഇനി വേണ്ടത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതും ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ബജ്ജി നന്നായിട്ട് പഫി ആയിട്ട് പൊങ്ങി വരുന്നതിന് വേണ്ടിയാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഓരോ സ്ഥലത്തും കിട്ടുന്ന കടലമാവ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. ഈ മാവ് അത്യാവശ്യം നല്ലതുപോലെ തിക്കായിരിക്കണം. ഇതിൽ ബജ്ജിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പോലുള്ള ഇൻഗ്രീഡിയൻസ് മുക്കി പൊക്കി എടുക്കുമ്പോൾ അതിൽ നന്നായിട്ട് ഇത് പറ്റിപ്പിടിക്കണം. ഈ പരുവത്തിലായിരിക്കണം ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി. കൂടുതൽ വെള്ളം ആവാനും പാടില്ല, എന്നാൽ വെള്ളം കുറഞ്ഞു പോകാനും പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാവ് ഇതിൽ ശരിക്കും പറ്റിപ്പിടിക്കാതിരിക്കും. എന്നാൽ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ മാവ് ഇതേ പറ്റിപ്പിടിക്കുന്നതിനും കാരണമാകും. അപ്പോൾ ബജ്ജിക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബജ്ജികളും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന മുട്ട ബജ്ജിയാണ്. അതിനായിട്ട് ഞാനിവിടെ 2 പുഴുങ്ങി മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇത് നടുവേ മുറിച്ച് 2 പീസാക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് അല്പം കുരുമുളക് പൊടി ഇടാം. ഇത് ഓപ്ഷനിലാണ്, നിർബന്ധമില്ല. അതിനുശേഷം ഓരോന്നായി എടുത്ത് മാവിൽ മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രമേ ബജ്ജി എണ്ണയിലേക്ക് ഇടാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ ബജ്ജി കൂടുതൽ എണ്ണ അബ്സോർബ് ചെയ്യുകയും ഓയിലി ആയിട്ടിരിക്കുകയും ചെയ്യും. അതുപോലെ എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞ ശേഷം തീ എപ്പോഴും ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലേക്ക് സെറ്റ് ചെയ്യുക. ഇത് അല്പനേരത്തിന് ശേഷം മറിച്ചിട്ട് മറുവശം കൂടി വെന്ത ശേഷം ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് എണ്ണയിൽ നിന്നും ഇത് കോരിയെടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എല്ലാ ബജ്ജികളും ഇതുപോലെ തന്നെയാണ് ഫ്രൈ ചെയ്യേണ്ടത്. രണ്ടാമതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് മുളക് ബജ്ജിയാണ്. മുളക് ബജ്ജി ചെയ്യുന്നത് സാധാരണ മുളക് ഉപയോഗിച്ചല്ല, അതിനുവേണ്ടി പ്രത്യേകം മുളകുണ്ട്. അത് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടും. മുളക് ബജ്ജി നമുക്ക് പലതരത്തിൽ ചെയ്യാൻ പറ്റും. ചെറിയ മുളകാണെങ്കിൽ നമുക്കിത് കട്ട് ചെയ്യാതെ തന്നെ ഇതിങ്ങനെ തന്നെ മാവിൽ മുക്കിയെടുത്ത് പൊരിച്ചെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇത് നടുവേ മുറിച്ച ശേഷം മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. മറ്റൊരു രീതി, ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഫില്ലിങ് വെച്ചിട്ട് പൊരിച്ചെടുക്കുന്നതാണ്. അതിനായിട്ട് ഇതിൻ്റെ നടുഭാഗം മാത്രം ഒന്ന് കീറുക. 2 അറ്റവും കീറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഫില്ലിങ് നിറയ്ക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് നിറയ്ക്കാൻ പോകുന്നത് സവോളയും മല്ലിയിലയും ചോപ്പ് ചെയ്ത ശേഷം അതിൻ്റെ അകത്ത് അല്പം നാരങ്ങാനീരും ഉപ്പും ചേർത്ത് ഇളക്കിയ മിക്സാണ്. ഇനി ഇത് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. ഇനി മറ്റൊരു ഓപ്ഷൻ ഉള്ളത്, ഇതുപോലൊരു ചീസ് സ്ലൈസ് എടുത്ത് മടക്കിയ ശേഷം ഇത് മാത്രമായിട്ട് മുളകിനകത്ത് വെക്കുകയോ അതല്ലെങ്കിൽ നമ്മുടെ മറ്റ് ഫില്ലിങ്ങിനൊപ്പം മുളകിനകത്ത് വെച്ച ശേഷം മാവിൽ മുക്കി പൊരിച്ചെടുക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ ബജ്ജി സവോളയാണ്. അതിനായിട്ട് സവോള നമുക്ക് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. സവോള ഇതുപോലെ അല്പം കട്ടി കൂട്ടി വേണം മുറിച്ചെടുക്കാൻ. അതല്ലെങ്കിൽ ഇതിൻ്റെ റിങ്സ് എല്ലാം കൂടെ ഇളകി ഇതെല്ലാം സെപ്പറേറ്റ് ആയി മാറും. ഇനി ഇത് നമുക്ക് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. നാലാമത്തെ ബജ്ജി ഉരുളക്കിഴങ്ങാണ്. പൊട്ടാറ്റോ തൊലി കളഞ്ഞ ശേഷം ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. ഇനി ഇത് മാവിൽ മുക്കി എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക.
അഞ്ചാമതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് പനീറാണ്. പനീറും നമ്മൾ നേരത്തെ പൊട്ടറ്റോ കട്ട് ചെയ്തതുപോലെ തന്നെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതും മാവിൽ മുക്കി എണ്ണയിലിട്ട് ഗോൾഡൻ കളർ ആവുന്നത് വരെ പൊരിച്ചെടുക്കുക. ആറാമത്തെ ബജ്ജി ബ്രിഞ്ചോൾ വഴുതനങ്ങയാണ്. ഇതും കനം കുറച്ച് കട്ട് ചെയ്തെടുക്കണം. ഇതും നമുക്ക് ഇനി മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. ഏഴാമതായി ക്യാപ്സിക്കം നമ്മൾ അകത്തെ കുരു കളഞ്ഞ ശേഷം റിംഗ് ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതും മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. എട്ടാമതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് കായ ബജ്ജിയാണ്. പഴുക്കാത്ത നേന്ത്രക്കായയാണ് ഇതിനാവശ്യം. നേന്ത്രക്കായ നടുവേ മുറിച്ച ശേഷം കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. നേന്ത്രക്കായ ഉപയോഗിച്ച് ബജ്ജി ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മൾ മാവിൽ മുക്കി പൊരിച്ചെടുക്കണം. അത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കറുത്തു പോകാൻ സാധ്യതകളുണ്ട്. ഒൻപതാമത്തെ ബജ്ജി നിങ്ങൾ അധികം പേരും കഴിച്ചിട്ടില്ലാത്ത ഒന്നാണ്, ആപ്പിൾ ബജ്ജി. അതിനായി ആപ്പിൾ ഇതുപോലെ കനം കുറഞ്ഞ ചെറിയ കഷ്ണങ്ങളായി മുറിച്ച ശേഷം മാവിൽ മുക്കി പൊരിച്ചെടുക്കുക. പത്താമതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് പപ്പടം ബജ്ജിയാണ്. ഞാനിവിടെ ചെറിയ പപ്പടമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ളത് വലുതാണെങ്കിൽ ഒന്ന് മുറിച്ച ശേഷം മാവിൽ മുക്കി പൊരിച്ചെടുക്കാവുന്നതാണ്. പതിനൊന്നാമത്തെ ബജ്ജി ഓംലെറ്റ് ബജ്ജി. ഓംലെറ്റ് ഉണ്ടാക്കി കട്ട് ചെയ്ത് ഇതുപോലെ പീസുകളാക്കിയ ശേഷം ഓരോന്നും എടുത്ത് മാവിൽ മുക്കി പൊരിച്ചെടുക്കുക. പന്ത്രണ്ടാമത്തെ ബജ്ജി നേന്ത്രപ്പഴം ബജ്ജി. നേന്ത്രപ്പഴം ഇതുപോലെ നടുവേ മുറിച്ച ശേഷം ചെറിയ പീസുകളായി സ്ലൈസ് ചെയ്തെടുക്കുക. ഇത് അകത്ത് മധുരവും പുറത്ത് അല്പം സ്പൈസി ആയിട്ടുള്ള ബജ്ജിയാണ്. ഇതും നമുക്ക് മാവിൽ മുക്കി പൊരിച്ചെടുക്കാം. നാല് കപ്പ് കടലമാവ് കൊണ്ട് പലതരത്തിലുള്ള ഏകദേശം 30ഓളം ബജ്ജികൾ ഉണ്ടാക്കാൻ സാധിച്ചു. ബജ്ജികൾ എപ്പോഴും ചൂടോടുകൂടി സെർവ് ചെയ്യുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഏതെങ്കിലും ഒരു ചട്നിയോടൊപ്പമോ അല്ലെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പിനൊപ്പമോ സെർവ് ചെയ്യാവുന്നതാണ്. ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. See you with another video. Thanks for watching.